സ്കൂളിൽ പോകാൻ ഇറങ്ങിയതായിരിക്കും. അതെ. നിങ്ങൾ ആവശ്യപ്പെട്ട 10,000 രൂപ ഞാൻ ജെയിംസ് അച്ഛനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് വാങ്ങിച്ചിട്ട് കഴിയും വേഗം എനിക്ക് ഈ പുര പൊളിച്ചു മാറ്റിത്തരണം. ഓ, അതിനെന്താ? കേട്ടോ അശ്വതി, ഈ വഴക്കും വയ്യാവേലിയൊന്നും ഇല്ലാതെ നമുക്ക് സമാധാനമായി ആദ്യമേ ഇതങ്ങ് തീർക്കാമായിരുന്നു. ഞങ്ങൾ വഴക്കിനൊന്നും വന്നില്ലല്ലോ. നിങ്ങൾക്ക് വേണ്ടി അന്യരത്തെ വന്നില്ലേ? അതിലേ എനിക്ക് വിഷമമുള്ളൂ. പീറ്റർ അന്ന് ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഞങ്ങളെ ഇറക്കി വിടില്ലായിരുന്നോ? അത് നിങ്ങളുടെ തോന്നലാ. അശ്വതിക്ക് വിഷമമാണെങ്കിൽ ഞാൻ ഇപ്പോഴും ഈ സ്ഥലം വേണ്ടെന്ന് വെച്ചേക്കാം. അയ്യോ വേണ്ട, ഞങ്ങൾ ഇറങ്ങി തന്നേക്കാം. അശ്വതി, സ്കൂളിലേക്കാണെങ്കിൽ ഞാൻ വണ്ടി വിട്ടേക്കാം. വേണ്ട, ഞാൻ നടന്നു പൊയ്ക്കോളാം. ലക്ഷ്മമ്മേ, സത്യം പറഞ്ഞാൽ എനിക്ക് നിങ്ങളെ ഇവിടുന്ന് മാറ്റണമെന്നില്ല. പിന്നെ ആ എരപ്പാളി ഇവിടെ കയറ്റുന്നതുകൊണ്ടാണ് എനിക്ക് ഒരു വാശി തോന്നിയത്. ഞാനൊരു അന്യനാണെന്ന് കരുതരുത്. എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്തു തരാം. ഞങ്ങൾക്ക് നിങ്ങളുടെ ഒരു സഹായവും വേണ്ടേ? എന്താ ആലീസ്, 2 ദിവസമായിട്ട് ക്ലാസ്സിന് വന്നില്ലല്ലോ? എനിക്ക് നല്ല സുഖമില്ലായിരുന്നു. ആ, ഈ കത്ത് നിന്റെ പേരിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നതാ. എന്റെ ആലീസ്, തീരെ പ്രതീക്ഷിക്കാതെ എനിക്കിന്നൊരു യാത്ര പുറപ്പെടേണ്ടി വന്നു ജപ്പാനിലേക്ക്. നേരിൽ കണ്ട് നിന്നോട് യാത്ര പറയാൻ വേണ്ടിയാണ് ഞാൻ നിന്റെ വീട്ടുവാതിൽക്കൽ വരെ വന്നത്. പക്ഷേ പീറ്റർ അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് ഒന്നും സംസാരിക്കാൻ കഴിയാതെ തിരിച്ചു പോരേണ്ടി വന്നു. മടങ്ങി വന്നാലുടൻ നമ്മുടെ വിവാഹം നടത്താമെന്ന് അപ്പൻ സമ്മതിച്ചിട്ടുണ്ട്. അവിടെ എത്തിയാലുടൻ കൂടുതൽ വിവരത്തിന് ഞാൻ എഴുതാം. സ്നേഹചുംബനങ്ങളോടെ, നിന്റെ ജോണി. ഇല്ല ഇല്ല, ജോലി മടങ്ങി വരുന്നവരെ ഞാൻ എങ്ങനെ കാത്തിരിക്കും? ഞാൻ എങ്ങനെ ഇനി മനുഷ്യരെ മുഖത്ത് നോക്കും? എത്ര കാലം ഞാനിത് മറച്ചു വെക്കും? നീ വിഷമിക്കാതെ, സമാധാനം. എന്ത് സമാധാനം അടച്ചോ? ഞാൻ ഗർഭിണിയാണെന്ന് അറിഞ്ഞാൽ എന്റെ അമ്മ തല തല്ലിച്ചാവും. ചേട്ടൻ വീടിന് തീ വെക്കും. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അച്ഛനെന്നെ രക്ഷിച്ചില്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും വിഷം കുടിച്ച് ചാവും അച്ചോ. ഗർഭിണിയായി ഞാൻ എന്നെ ജീവിച്ചിരിക്കില്ല അച്ചോ, ജീവിച്ചിരിക്കില്ല. കരയാതെ എഴുന്നേൽപ്പ്. നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ആത്മഹത്യ ചെയ്യുന്നത് കൊണ്ട് നീ എന്ത് നേടും? പിന്നെ ഞാൻ എന്ത് ചെയ്യും അച്ചോ? ഞാൻ ചാക്കോന്നാളി കണ്ട് സംസാരിക്കാം. ജോണി ഉടൻ തന്നെ വരുത്തി നിങ്ങളെ വിവാഹം നടത്തിത്തരാൻ ഞാൻ ആവശ്യപ്പെടാം. നിന്റെ അവിവേകം കൊണ്ട് ഒരു തെറ്റുപറ്റി. നേരായ മാർഗത്തിൽ കൂടി അതിന് പരിഹാരം കണ്ടെത്തുകയല്ലേ വേണ്ടു. നീയും ജോണിയും തമ്മിലുള്ള ബന്ധത്തിന്റെ സത്യാവസ്ഥ അറിയാവുന്ന ഒരു വൈദികൻ എന്ന നിലയിൽ നിന്നെ സഹായിക്കാൻ ഞാൻ ഉണ്ടായിരിക്കുമ്പോൾ ആരെതിർത്താലും നിങ്ങളുടെ വിവാഹം ഞാൻ നടത്തിത്തരും. നീ സമാധാനമായി പോകും. ഏതായാലും ഒരു പുതിയ വീട് വയ്ക്കും. അത് ഭംഗിയായിരിക്കും. ചുരുങ്ങിയത് 2-3 മുറിയെങ്കിലും. വീട് കെട്ടിക്കാനൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ കുഞ്ഞെ. അതൊക്കെ നമുക്ക് ചെയ്യിക്കാം. ഇത് പൊളിച്ചാൽ ഒന്നും കാണുമെന്ന് തോന്നുന്നു. ഓ, ഇതൊക്കെ പൊടിഞ്ഞിരിക്കുക. അച്ഛൻ്റെ കയ്യിൽ നിന്ന് രൂപ വാങ്ങി? ഇല്ല. അതെന്താ വാങ്ങാൻ? എന്താ നിനക്കൊരു വല്ലായ്മ? ഓ, ഒന്നുമില്ല. പിന്നെ ഒന്നിങ്ങോട്ട് വന്നേ. എന്താ ചുരി? ഞാനൊരു കാര്യം പറഞ്ഞ സമാധാനമായിട്ട് കേൾക്കുമോ? എന്താ കാര്യം? അവിവേകം ഒന്നും കാണിക്കില്ലെന്ന് ഉറപ്പ് തന്നാ പറയാം. പറയൂ. നീ എന്താ ഛർദ്ദിക്കുന്നത്? ഒന്നുമില്ല അമ്മച്ചി, ഒന്നുമില്ലേ? എടി, 2 പെറ്റകളാണ് ഞാൻ. സത്യം പറ, നിനക്കെന്ത് പറ്റി?
വിട്ടു തരുമേ. എന്റെ കർത്താവേ, ഞാൻ എന്നതായി കേൾക്കുന്നത്? നീ എന്തിനാ ഈ നെഞ്ചത്തിട്ട് അലക്കുന്നത്? എന്തിനാണെന്നോ? നമ്മുടെ മോള് ചെയ്തു വെച്ചിരിക്കുന്നത് എന്നതാണെന്ന് അറിയാമോ? എന്നതാ? അവൾ പഴച്ചു പോയി. എടി, സത്യം പറ, ആരാണ് ഇതിന് കാരണക്കാരൻ? പറയടി. ഇല്ല, ഞാൻ പറയില്ല. നീ പറയില്ലേ? എന്നെ കൊന്നാലും ഞാൻ പറയത്തില്ല. ഞാൻ പറയിക്കാം. അമ്മ ഇങ്ങോട്ട് മാറി അമ്മേ, അകത്തേക്ക് കയറി. പറയില്ല അല്ലേ? മോനെ പറഞ്ഞില്ലെങ്കിൽ നിന്നെ ഒന്ന് ഞാൻ കൊല്ലും. ഒരു കുപ്പി എടുത്തോണ്ട് വേണം. ഇന്നും വരെ കുടിച്ച് കണ്ടിട്ടില്ല. ഇനി കുടിക്കണ്ട. എടുത്തോണ്ട് വേണം. എന്താ തോമ? നമ്മുടെ ആലീസ് തൂങ്ങി മരിച്ചു. ആലീസിനൊരു അബദ്ധം പറ്റിയിരിക്കുകയാണ്. അവൾ ഗർഭിണിയാണ്. അച്ഛനെ ജെയിംസ് അച്ഛനെ പറ്റി ഞാൻ ഒരിക്കലും ഇങ്ങനെ കരുതിയിരുന്നില്ല. പക്ഷേ എല്ലാവരും മനുഷ്യരല്ലേ? അച്ഛൻ മേടയിലുണ്ട്. നീ എന്റെ പെങ്ങളെ ഞങ്ങളുടെ കുടുംബത്തിൽ ഞാൻ പറയുന്ന കേൾക്കും. ഞാൻ പറയുന്ന കേൾക്കൂ. നീ എന്റെ പെങ്ങളെ നശിപ്പിച്ചു അല്ലേ? അച്ഛോ, എന്നെ തൂക്കിക്കൊല്ലുകയൊന്നുമില്ല. ഞാൻ തിരിച്ചു വരും തന്നെ കൊല്ലാൻ.
ഏതോ ആക്സിഡന്റ് ആണെന്ന് തോന്നുന്നു സാർ. കോൺസ്റ്റബിൾ ഇവിടെ വരൂ. യെസ് സാർ. നിങ്ങൾ ഇവിടെ നിൽക്കൂ. പ്രതിയെ ഞാൻ കോടതിയിൽ കൊണ്ടുപോകാം. യെസ് സാർ. ജീപ്പിൽ നിന്ന് പ്രതി എവിടെ?
എന്റെ പൊന്നുമോനെ എന്നിട്ട് പോയോ അമ്മയ്ക്ക് ആരില്ലേ കരയാതെ റീത്ത, ഇനി അവളുടെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുക ചെയ്യണ്ടേ? നീ എണീക്ക്. ആ, എണീക്ക്. നാരായണുട്ടി, എന്തോ ഭക്ഷണിക്കഞ്ചി കാലായ റെഡിയാ നീ അങ്ങോട്ട് ചെല്ലേ. എത്തപ്പനെ, നീ എണീറ്റ് കുളിച്ചു വല്ലതും കഴിക്കും. കുളിച്ചു വല്ലതും കഴിക്കും. എനിക്കൊന്ന് വേണ്ട നിന്നോട് ഞാനല്ലേ പറയുന്നത്, നീ എണീറ്റ് കുളിച്ചു വല്ലതും കഴിക്കും. എനിക്ക് അറിയത്ത അങ്ങോട്ട്. വാ വാ. ഇങ്ങോട്ട് വാ റീത്ത. അവൾ ആത്മഹത്യ ചെയ്തതല്ലേ ചാക്കോച്ച? ആ നിലയ്ക്ക് ആലീസിന്റെ ശവം പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടതായിരുന്നു. ചാക്കോച്ചൻ അത് ചെയ്യിക്കുമെന്നാണ് ഞാൻ കരുതിയത്. എനിക്കും അത് തോന്നാഞ്ഞിട്ടല്ല അച്ചോ, പക്ഷെ അത് വേണ്ടെന്ന് വെച്ചൊരു കാര്യമുണ്ട്. എന്താ കാര്യം? നീ എന്നെ കേൾക്കാൻ നിൽക്കടാ തോമ, പോ അപ്പുറത്ത്. അച്ചോ, ആലീസിന്റെ ശവം പോസ്റ്റ്മോർട്ടം ചെയ്യരുതെന്ന് എത്തപ്പാനും റീത്തയ്ക്കും ആയിരുന്നു നിർബന്ധം. അതെന്താ? ആ പെണ്ണിനെ പീറ്റർ ചവിട്ടിക്കൊന്നതാ അച്ചോ. ചാക്കോച്ചൻ എന്താ ഈ പറയുന്നത്? അതാണച്ചോ സത്യം. വകതിരിവില്ലായ്മ കാണിച്ചെങ്കിലും പീറ്റർ ഒരു ക്രിസ്ത്യാനിയായി പോയില്ലേ. അച്ഛനോട് കാണിച്ച കടുംകൈക്ക് ദൈവം അവന് ശിക്ഷ കൊടുത്തോളും. പിന്നെ നമ്മളായിട്ട് അവനെ കഴുമരത്തെ കയറ്റണോ? പോലീസ് ഇൻസ്പെക്ടറുടെ കാല് പിടിച്ചാ ഞാൻ ഈ കാര്യം സാധിച്ചെടുത്തത്. ഏതായാലും കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി അച്ഛൻ ഈ കാര്യത്തെ പറ്റി ആലോചിച്ച് വിഷമിക്കണ്ട. എന്തൊക്കെ പറഞ്ഞാലും ഇതിലൊരു മനസാക്ഷിയുടെ പ്രശ്നമില്ലേ ചാക്കോച്ച? മനസാക്ഷിക്ക് എതിരായിട്ട് നമ്മൾ ഒന്നും ചെയ്തില്ലല്ലോ. ഒരു കുടുംബത്തിന്റെ മാനമാണ് നമ്മൾ രക്ഷിച്ചത്. ഞാനൊരു കാര്യം പറയാം. അച്ഛൻ ഒരു മാസം വീട്ടിൽ പോയി റെസ്റ്റ് എടുക്ക. മനസ്സൊക്കെ ഒന്ന് സ്വസ്ഥമായിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി. കൊച്ചുപള്ളിയിൽ അച്ഛൻ വന്ന് ഞായറാഴ്ച കുർബാന ചെല്ലാൻ ഞാൻ ഏർപ്പാട് ചെയ്യാം. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ആലീസ് ആത്മഹത്യ ചെയ്തതോ കൊല ചെയ്യപ്പെട്ടതോ അതിന്റെ സത്യം അറിഞ്ഞേ പറ്റൂ.